Hey guys, welcome to a പുതിയ വ്ലോഗ്. ഹായ് പറയണം. ഗൈസ്, കാസർഗോഡ് ഇന്നലെ സ്പാർട്ടക്കുട്ടിയുടെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, കാരണം ആകപ്പാടെ 3 മണിക്കൂർ ഉറങ്ങിയോളൂ. പക്ഷെ 3 മണിക്കൂർ നമ്മൾ നല്ല സുഖമായിട്ട് ഉറങ്ങി. എന്നിട്ട് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് പയ്യന്മാരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നു സുഹൃത്തുക്കളെ, നമ്മുടെ ആദ്യത്തെ ഡാൻസ് പീസ് എടുക്കാൻ. നിമ്മി ഇതാ രാവിലെ ഒരു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അവിടെ വായി നോക്കിക്കൊണ്ട് ഹായ് പറ നിമ്മി. അയച്ചടാ. എന്തായാലും ഇനി കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങട്ടെ. രാവിലെ തന്നെ ഗൈസ് വിഭവസമൃദ്ധമായ ചിന്നൂസ് പുട്ടുപൊടി കൊണ്ടുണ്ടാക്കിയ പുട്ടും പയറ് കറിയും, പിന്നെ പഴവും പഞ്ചസാരയും നെയ്യും. അയ്യവാ, ഇത് ഞാൻ ശരിക്കും മിസ് ചെയ്തു ഗൈസ്. ഓഹോ, ചൂട് പയറ് കറിയൊക്കെ ഇങ്ങനെ ഞാടിയിട്ട്. ചിന്നൂസ് പുട്ടുപൊടി കഴിക്കട്ടെ ഗൈസ്. കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ആരാ എഴുന്നേറ്റ് വന്നത് നോക്കൂ സുഹൃത്തുക്കളെ. 7 മണിയാ, ഇതൊക്കെ മോർണിംഗ് ആണ്. ഗുഡ് മോർണിംഗ് മക്കളെ. ഹലോ, നീ എത്ര മണിക്ക് എഴുന്നേക്കണത്? 12 മണിയാ. കുഴപ്പമില്ല, ഞാനും ഇടയ്ക്ക് 12 മണിക്ക് തന്നെ എഴുന്നേക്കണം. യെസ് എന്ന് എടി ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് പോവാ. അപ്പൊ എന്താണ് നീ തിരുവനന്തപുരത്തോട്ടാണ്? അതാണ് എന്റെ ചോദ്യം. നവംബറിൽ വരുമല്ലോ, നേരത്തെ പറഞ്ഞിട്ട് വരണം. നമുക്ക് തിരുവനന്തപുരം കാണാം. ഓക്കെ, ഇനി ഞങ്ങൾ പതുക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങട്ടെ. ലേറ്റ് ആയി. ഇപ്പൊ തന്നെ നമ്മുടെ പ്ലാൻ ഓൾറെഡി അരമണിക്കൂർ ബാക്കിലാണ്. പടപടയെന്ന് ക്യാച്ചപ്പ് ചെയ്യട്ടെ. കോസ്റ്റ്യൂമർ ഇട്ടേക്കണത് നോക്കൂ സുഹൃത്തുക്കളെ. ഇതാണ് കാസർഗോഡ് നിന്ന് കളിക്കാൻ പോകുന്ന കോസ്റ്റ്യൂം. പ്രാക്ടീസ് ചെയ്തോ? പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് നല്ല ഈസിയാ തോന്നുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മള് വെറൈറ്റി ആകെ. നിങ്ങൾ നോയിക്കോ, ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങൾ ഇനി ടാറ്റാ, പോയിട്ട് വരട്ടെ. ചിന്നൂസ് പുട്ടുപൊടി വണ്ടിക്കകത്ത് ഡിക്കിയില് സെറ്റാണ്. വീട്ടിൽ ചെന്ന് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായോ അത് ഭയങ്കരമായിട്ട്. പിള്ളേരെ പോയിട്ട് വരട്ടാ. ടാറ്റാ, ഷോർട്ട് പോയിട്ട് വരാം. ഇനിയിപ്പോ ഡാൻസ് കളിക്കട്ടെ, സമയമില്ല. ആദ്യത്തെ നമ്മുടെ ലൊക്കേഷൻ ലൈറ്റ് ഹൗസ്. ഹൈക്ക് ചിക്കിടി ജിഗിടി പാപ്പ എന്ന് പറയുന്നതിലും വേഗത്തിൽ ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ എത്തി ഗൈസ്. നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്, കാസർഗോഡ് ലൈറ്റ് ഹൗസ്. പക്ഷെ ലൈറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരണത്. ഇവിടെ നിന്ന് ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ബീച്ചാണ്. നോക്കി ഗൈസ്, അതാണ് ഗൈസ് ബീച്ച്. അവന്മാരവിടെ ക്യാമറ സെറ്റ് ചെയ്യണതിന്റെ തിരക്കിലാണ്. മുതുക്ക് വെയിൽ, അത് ഇങ്ങോട്ടാണ് അടിക്കുന്നത് കേട്ടോ. നമ്മളത് ഇങ്ങനെ എന്തിനു ചെയ്യുമെന്തോ. എന്തായാലും ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഡാൻസ്. എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ. ഇനി ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും ഗൈസ്. എന്തായാലും ഇവിടെ നമുക്ക് തുടങ്ങാം. ആൾക്കാർ വിചാരിക്കും നമ്മൾ സർവേക്ക് വന്നതാണെന്ന്. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ ഗൈസ്. ഇവിടെ നിന്ന് ഞാൻ നിൽക്കണം അവിടം വരെ 126 സെന്റിമീറ്ററും ഇവിടെ നിന്ന് താഴെ വരെ 70 സെന്റിമീറ്റർ. അങ്ങനെയൊക്കെയുള്ള കാൽക്കുലേഷൻസ് വെച്ചാണ് ഗൈസ് ബേസിക്കലി നമ്മൾ ഈ സംഭവം സെറ്റ് ചെയ്യുന്നത്. രാവിലെ ഇവിടെ സ്കൂൾ ബസ്സുകൾ പോകുന്നു, കുട്ടികൾ കോളേജിൽ പോകുന്നു. നല്ല വൈബുള്ള സ്ഥലം. ആഹാ, അന്തസ്. നല്ല ശാന്തസുന്ദരമായ സ്ഥലം കേട്ടോ ഗൈസ്. ടാറ്റ തരൂല എനിക്ക്. കണ്ട ഒരു കൊച്ചെനിക്ക് ടാറ്റ തന്നു. അവള് മുത്താണ്. ഒന്നൂടെ ടാറ്റ മക്കളെ. ചക്കരക്കുട്ടി. ആ ചേട്ടൻ വളരെ തീക്ഷ്ണതയോടുകൂടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വീക്ഷിക്കുകയാണ് ഗൈസ്. ഹലോ ചേട്ടാ. ചേട്ടാ ചിരിച്ച് ടാറ്റ കാണിച്ചപ്പോ തിരിച്ച് ടാറ്റ കാണിക്ക ചേട്ടാ. ടാറ്റ വന്നു, ടാറ്റ വന്നു, ടാറ്റ സെറ്റ്. അങ്ങനെയാണ് നമ്മൾ സീരിയസ് ആയിരിക്കുന്ന ഒരാളെ ചിരിപ്പിച്ച് ടാറ്റ കാണിക്കുന്നത്. ഇതൊക്കെ എന്താണ്ടാ ചെയ്യുന്നത്? സർവേ ഒക്കെ എടുത്ത് റീൽ എടുക്കുന്നു. അവന്റെ ആ പറച്ചിലെന്ന് മനസ്സിലായ ഗൈസ്, അവ ഒരു ചിരി കാണുന്ന പ്രേക്ഷകനാണെന്ന്. എന്തായാലും ഗൈസ്, ഒരു കാര്യം ഞാൻ പറയാം. ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്താലും കുറച്ച് ക്രിഞ്ചൊക്കെ അടിക്കും. കണ്ടു ക്രിഞ്ചടിച്ചിരിക്കുന്ന എന്റെ മുഖം. എന്തായാലും പിള്ളേര് ടാറ്റയൊക്കെ പറന്നുപോയി. എന്റെ ആദ്യത്തെ ടേക്ക് ഞാൻ എടുത്ത് അതിസുന്ദരമായ അതിമനോഹരമായ ഒരു ഗ്രാമം, അവിടുത്തെ ലൈറ്റ് ഹൗസ്, അതിന്റെ മുമ്പിൽ നിന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു വേട്ടാവളിയൻ. എനിക്ക് 100% ഉറപ്പാണ് ഈ കാക്ക വരാൻ ഞാൻ ഒരു ഊളയാണെന്നായിരിക്കും ചിന്തിച്ചോണ്ടിരുന്നത്. എന്തായാലും ഞാൻ ഒരുപാട് അരിപെറുക്കണം ഉണ്ടായിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല, ഒരുപാട് ഗൈസ്. ആദ്യത്തെ നമ്മുടെ ഡാൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഞാൻ കഷ്ടപ്പെട്ട്. എന്തായാലും അവിടെയുള്ള ആരും എന്നെ വന്ന് ശല്യപ്പെടുത്തിയില്ല. അവർ ദൂരെ മാറി നിന്ന് എന്തോ ഒരു വിചിത്ര ജീവിയെ വീക്ഷിക്കുന്ന പോലെ എന്നെ വല്ലാണ്ട് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും വീക്ഷണമൊക്കെ എനിക്ക് ഒരു പുത്തരി അല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് ഡാൻസ്. ഞാൻ വെള്ളം കുടിച്ചു. 16 ടേക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളി. താങ്ക് യു. നമുക്ക് എല്ലാം കൂടെ ഫോട്ടോ എടുക്കാം. കുടുംബ ഫോട്ടോ. ഓക്കെ, റെഡി. അടുത്ത 28 ടേക്ക് എടുത്തെങ്കിലും ആദ്യത്തെ ഓക്കെ. ആദ്യത്തെ ടേക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് സമയം എടുത്തത്. അടുത്ത വരുമ്പോൾ സ്പീഡപ്പായി വരും. എന്തായാലും ഇവിടെ ഒന്ന് നോക്കിയിട്ടാണ്.
എന്റെ പൊന്നെ ഗൈസ് കുറെ ടേക്ക് എടുക്കേണ്ടത് ചുമ്മാ പറഞ്ഞല്ലോ, കുറെ ടേക്ക് എടുക്കേണ്ടി വന്ന്. പക്ഷെ എല്ലാ ആൾക്കാരും ഒന്ന് നോക്കിക്കൊണ്ടു ഒന്ന് നമ്മളെ വീഡിയോക്കിടയിൽ ഒന്നും വന്നില്ല. വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സംസാരിച്ച് എല്ലാവരും ഭയങ്കര നമ്മുടെ അയൽക്കാരൊക്കെ ഒന്ന് സംസാരിക്കണം, അത്ര പരിചയത്തിന് സംസാരിച്ച് ഭയങ്കര സന്തോഷമായി എനിക്ക്. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം, എന്നിട്ട് അടുത്ത ഫോട്ടോ ചാമ്പ. അടുത്ത ലൊക്കേഷൻ ഈ ക്ലോക്ക് ടവർ ആണ് ഗൈസ്. ഇത് 1955 ഇറക്റ്റ് ആയ സാധനമാണ്. അടുത്തട്ടേക്ക് ഇവിടെ അയ്യോ ഞാൻ മുഴുത്ത വെയിലത്തൊന്ന് പുഴുങ്ങേ ഉള്ളു ഗൈസ്. ലൊക്കേഷൻ തപ്പട്ടെ എവിടെയെന്ന് എടുക്കാൻ പറ്റുമെന്ന്. ക്ലോക്ക് ടവർ ഉണ്ടെങ്കിലും ക്ലോക്ക് ടവറിലെ സമയം ശരിയല്ല, 3:15 മണിയായിട്ട് നിൽക്കുകയാണ് ഗൈസ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഇതൊന്നും നോക്കൂ, 2 ക്ലോക്ക് വർക്കാവുന്നില്ല, ഒരെണ്ണം എങ്ങാണ്ട് അതും വർക്കാവണില്ല. അയ്യോ ക്ലോക്ക് ഒന്നും വർക്കാവണില്ല ഗൈസ്. പക്ഷെ സ്റ്റിൽ അതൊരു ക്ലോക്ക് ടവർ ആണ്, ഐക്കോണിക് ഒരു ലാൻഡ് മാർക്കാണ്. ക്ലോക്ക് ടവറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വീട് ഗൈസ്. എന്ത് ഭംഗിയുള്ള വീടാണ്, നല്ല രസമുണ്ട്. എന്താടാ ഇപ്പൊ ആ വീഡിയോ ഇട്ടിരുന്നു, കണ്ടായിരുന്ന സെറ്റ്? എന്താ പേര്? ഇതിലെ ഹെയർ സ്റ്റൈൽ ആണല്ലോടാ. ഓ പൊളിച്ച്. ആ വ്ളോഗ്. ഹലോ നമസ്കാരം ചേട്ടാ. ആ എടുക്കാലോ, നമ്മളൊരു റീൽ എടുക്കാൻ വന്നാടാ. വ്ളോഗ് പോയി കണ്ട അതിനകത്ത് പറയാനുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ക്ലോക്ക് ടവർ നമ്മൾ ഉദ്ദേശിച്ചത്ര ഒരു ഗുമ്മില്ലായിരുന്നു ഗൈസ്. പക്ഷെ നമുക്ക് സമയം വളരെ പരിമിതമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഞാൻ എൻ്റെ സ്റ്റെപ്പുകളിട്ടു. ഇവിടെയും ഞാൻ ഒരുപാട് പ്രാവശ്യം മെഴുകുന്നുണ്ടായിരുന്നു. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കാസർഗോഡ് നമ്മളിട്ട കോസ്റ്റ്യൂം ഗൈസ്, എൻ്റെ മോൻ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം നിസ്സംശയം പറയാം, അവിടെ ഉള്ളവർക്കെല്ലാം ഞാൻ നല്ലൊരു കണിയായിരുന്നു. ലൊക്കേഷൻ 2 ഡൺ ഗൈസ്. പക്ഷെ ഇപ്പോഴും ഞാൻ എൻ്റെ പെർഫോമൻസിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷെ നമ്മൾ മിഷൻ അക്കോംപ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ലൊക്കേഷൻ നമ്പർ 3 പോവാം. ലൈറ്റ് ഹൗസ് ഡൺ. ഞാൻ കളിക്കാറല്ല, മുതുക്ക് വെയിൽ ഗൈസ്, മുതുക്ക് വെയിൽ. ഞാൻ ഇത് കഴിയുമ്പോൾ കരിഞ്ഞ് കരുവാടാവണ എല്ലാ കോളും കാണാറുണ്ട്. കരുവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് കേരളൈറ്റ്സിന് ഉണക്കമീനാവും ഗൈസ്. ഞാൻ ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ പണി നടന്നുകൊണ്ടിരിക്കാനുള്ള ഗൈസ്. അതാണ് ഇങ്ങനെ ഒരു ഇതിലിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് കാസർഗോഡ് എഴുതിയിരിക്കുന്ന ബോർഡില്ല, അതിന്റെ ഫ്രണ്ടിൽ നിന്ന് കളിക്കാം. കാരണം ഐക്കോണിക് ആയിട്ട് അല്ലെങ്കിൽ കാസർഗോഡ് ആണ് എന്ന് അറിയിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇതാണ്. പിന്നെ നമ്മൾ പോകുന്ന റൂട്ടിലാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ വേറെ കൊണ്ടാ പോകും. ഈ സ്ഥലം ഓർമ്മയില്ല, മുതുക്ക് വെയിൽ ഗൈസ്. ഈ ബോർഡിന്റെ ഫ്രണ്ടില് ഇവിടെ ട്രൈപോഡ് വെച്ചിട്ട് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ് ബാക്കി വരികയും ചെയ്യും, നല്ലൊരു ക്ലിപ്പ് ആവുകയും ചെയ്യും. അയ്യോ മുടിഞ്ഞ വെയില്. The things we do for love towards you, I love you. എന്റെ പൊന്നു ഗൈസ്, ഫുള്ള് അടച്ചു കൊടുത്ത് കളിച്ച് മൂത്തത് കഴിഞ്ഞ 1 സെക്കൻഡ് കൂടെ നമ്മൾ കവർ ചെയ്തു. അപ്പൊ ടോട്ടലില് നമ്മുടെ 60 സെക്കൻഡ് റീലിന്റെ 3 സെക്കൻഡ് കവർ ചെയ്ത്. ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഗൈസ്, കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ. അതിനൊരു വലിയ തംസം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ അതോറിറ്റീസ്. പൊളി. ആകാശത്ത് നോക്കുമ്പോഴേ ഗൈസ് എന്തൊരു മുതുക്ക് കോട്ട ഇത്. അതെ, നമ്മൾ ബേക്കൽ ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ 4ാമത്തെ സെക്കൻഡ് ഓഫ് ദി റീൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ കാസർഗോഡ്. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഗൈസ്. ഇനി എനിക്ക് വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ എന്നൊരു ചേച്ചി മാടി തൊപ്പി തരാന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഒരു തൊപ്പി വെച്ചെടുക്കാം ഇവിടത്തെ റീൽ നമുക്ക്. പിന്നെ മാടി വിളിച്ചത് തൊപ്പിയോ? ഒരു തൊപ്പി താ, എനിക്ക് പൂവുള്ളതെന്നും എടുത്ത് തരരുത്. അങ്ങനെ തൊപ്പിയല്ലേ ചേച്ചി, ഉണ്ട തൊപ്പി എടുക്കുക, അതാകുമ്പോൾ വെയിൽ കുറച്ച് കൊള്ളാതിരിക്കുമല്ലോ. ആ ഇതാണോ? ഇതെനിക്ക് ചേരുവോ? ആ ഇത് ചേരുവെന്ന് തോന്നുന്നു. അപ്പൊ ഇതെടുത്തോ, എന്റെ തല വെച്ചാ നോട്ട്. ആണോ? സെറ്റാണോ? അപ്പൊ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഓക്കെ ആയിരിക്കും. കൂളിംഗ് ഗ്ലാസ് എന്താ? ചേച്ചിയാണ് കേസ് എന്നെ സ്റ്റൈൽ ചെയ്തേക്കുന്നത്. സെറ്റ്. ചേച്ചിയുടെ എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കാം. ഈ തൊപ്പി എടുത്ത് ഹാപ്പി ആയ? കൊള്ളും, ഇത് കൊള്ളും. ചെറിയ തലയാണ് എന്റേത്. ഇതെടുത്ത്. ആണോ? ഞാൻ പൊതുവെ അങ്ങനെ ആൾക്കാർ പറയാറുണ്ട് എന്റെ അടുത്ത്. ആണോ ഗൈസ്? ഓക്കെ, ഇനി ഞങ്ങൾ പോയി റീൽ എടുക്കട്ടെ. ബേക്കൽ കോട്ടയിലേക്കുള്ള എൻ്റെ 2ാമത്തെ വരവാണ് ഗൈസ്. പുല്ലിന് നല്ല തണുപ്പാണെങ്കിലും ഉച്ചിയിലടിക്കുന്ന വെയിലിന് ഒടുക്കത്തെ ചൂടാണ്. ശരിക്കും ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സർവേക്കാലിന് അളവെടുക്കാൻ വന്ന ആൾക്കാരാണെന്ന് പറയുമെങ്കിലും അതല്ല ഗൈസ്. ഞങ്ങൾ നാളെ ബൈ ഒക്ടോബർ 2, അതായത് ഗാന്ധി ജയന്തിയാണ്.
എന്തായാലും ഡാൻസ് തുടങ്ങി. അപ്പോഴും ആൾക്കാർ എന്നെ വിദൂരതയിൽ നിന്നും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇവിടെയും ഞാൻ ആൾക്കാർക്ക് നല്ലൊരു കണിയായിരുന്നു. എന്നാലും അതൊന്നും വകവയ്ക്കാതെ ഞാൻ എൻ്റെ ഡാൻസ് തുടർന്നു ഗൈസ്. നീ ചിരിച്ചോ അത് മതി, അതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഓ, ബേക്കൽ കോട്ടയുടെ ശക്തി എന്തായാലും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ച് എത്രയൊക്കെ നമ്മൾ പബ്ലിക് ഡാൻസ് കളിച്ചാൽ ആൾക്കാരുടെ എക്സ്പ്രഷൻ അത് വേറെ തന്നെ വൈബാണ്. ഓക്കെ, ഇനി കാസർഗോഡത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ഓഫ് ടു കണ്ണൂർ. എന്റെ പൊന്നു, ഞങ്ങൾ ഇത് ടൈറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തേക്കണേ ഗൈസ്. നമ്മുടെ മൊത്തം 6 ദിവസമുള്ളൂ. 6 ദിവസം കഴിയുമ്പോൾ മഴവില്ല അടുത്ത ഷെഡ്യൂൾ കഴിയും. അപ്പൊ അതിന് മുന്നേ റഷാണ്. ഇനി ഒരു ദിവസം 3 ജില്ലയൊക്കെ വെച്ച് കവർ ചെയ്യുമ്പോൾ എങ്ങനെ ഭ്രാന്താവണം. എന്തായാലും പ്ലാൻ ചെയ്യാം നമുക്ക്. ചേച്ചി പോയിട്ട് വട്ടാ. ടാറ്റാ ടാറ്റാ ചേച്ചി, പോയിട്ട് വരാവേ. തൊപ്പി വന്ന ചേച്ചിക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. എന്റെ മോനെ ഗെറ്റപ്പ് ഐറ്റം ഗൈസ്. ഇതുണ്ടല്ലോ, ഇത് എന്ത് കിടുന്ന സാധനം ഗൈസ്. നിങ്ങൾ ഇന്ന് ഞാൻ ഇടുന്ന കോസ്റ്റ്യൂമുകൾ റേറ്റ് ചെയ്യണം. 2 എണ്ണം ഇട്ടതില് പിന്നെ ഇതിന്റെ കൂടെ ഒരു ഷൂ ആയിരിക്കും ചേരും, ഒരു വെള്ള ഷൂ. അത് നമുക്ക് പോണ വഴിക്ക് മേടിക്കാം. ഫാഷന്റെ കാര്യത്തില് കാസർഗോഡ്. ഓക്കെ, നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഗൈസ്, ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പോഴും ബേക്കൽ ഫോർട്ടിലാണ്. എന്നാൽ ഇത് ബേക്കൽ ഫോർട്ട് അല്ല, ഇത് ഗൈസ് ആഞ്ചലോ ഫോർട്ടാണ്. കണ്ണൂരിന്റെ ഫോർട്ടാണിത്. ബേക്കൽ ഫോർട്ട് പോലെ കണ്ണൂരിന് ഒരു ഫോർട്ട് ഉണ്ട്. ഇവിടെ വെച്ചാണ് നമ്മൾ അടുത്ത വീഡിയോ. ഹലോ, അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് അടുത്ത റീൽ എടുക്കാം. എന്റെ പാന്റ് ഊരി പോകണം ഗൈസ്. ഇതിന് ബെൽറ്റ് ഇല്ലാതെ പറ്റണില്ല. എന്റെ എല്ലാം ബെൽറ്റ് എടുക്കാനും വിട്ടുപോയി. ഇവിടെ കപ്പിൾ ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. ഹലോ, നമുക്ക് വീഡിയോ എടുക്കാം ഗൈസ്. ഇവിടെ ഒരു ലൊക്കേഷൻ. എന്റെ മോനെ ഗൈസ്, ആട്ടാറ് സീന് കേട്ടാ. ഇതെന്തരാണ് സെറ്റപ്പ് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്തോ ഒരു അറ പോലെ ഉണ്ട്. പണ്ടുള്ളവർക്ക് നടക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ ഉള്ള അറകളായിരിക്കും. പക്ഷെ ഇത് വാട്ട് സീനറി ഗൈസ്. ഇപ്പൊ ഈ ഫ്രെയിമില് എക്സാക്ട്ലി പറയണ ഈ ഇതുപോലത്തെ ഒരു ഫ്രെയിമില് നമ്മളൊരു വീഡിയോ എടുത്ത് അവർ പൊളിക്കും. അപ്പൊ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകണം അടുത്ത ഫ്രെയിം. വീഡിയോ എടുത്ത് എന്റെ പൊന്നോ, ഞാൻ മെഴുകി ഗൈസ് കിടന്ന്. അതെന്താണ് എന്തോ ആഞ്ചലോ ഫോർട്ടി വന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ തെറ്റിപ്പോയത്. ഞാൻ തെറ്റിച്ച് വാരി. ഒരു ടേക്കിന്റെ 1 സെക്കൻഡ് എടുത്താൽ മതി. അതൊരു വലിയ അനുഗ്രഹമാണ്. പക്ഷെ എന്നാലും 1 സെക്കൻഡ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു. എന്തായാലും നമ്മൾ ഒരു ഓക്കെ ടേക്ക് കൊണ്ട് ഇറങ്ങാണ് ഇവിടെ നിന്ന്. എന്റെ പൊന്നോ, എന്തൊരു ചൂട്. അയ്യാ, ഞാൻ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്ത് കൂടാ, അതൊക്കെ വെള്ളച്ചാട്ടം പോലെ ഒലിച്ചു ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ. നമ്മൾ അടുത്ത ലൊക്കേഷനോട് പോട്ടെ ഗൈസ്. ഇവിടുന്ന് ഞങ്ങൾ ചെന്നെത്തിയത് ദൈവതുല്യമായ ഒരു വ്യൂവിലോട്ടായിരുന്നു. എനിക്ക് ഒന്നും പറയാനില്ല. കേരളത്തിലെ അല്ല, എനിക്കൊന്ന് ഏഷ്യയിലെ ലോങ്ങസ്റ്റ് ഡ്രൈവിംഗ് ബീച്ച്. 4 കിലോമീറ്റർ മൊത്തം ഡ്രൈവ് ചെയ്ത് പൊളിച്ച് ഡ്രൈവ് ചെയ്തതാ ഏഞ്ചലിനെ കൊണ്ട് കടൽ തീരത്തും പാർക്ക് ചെയ്തിട്ട് ഗൈസ്. ഇത് ഇവിടുത്തെ ഐക്കോണിക് സ്ഥലമാണെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തപ്പോ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഗൈസ്. എന്റെ ഓരെ പൊളിക്കും നമ്മളത്. ആ ഡ്രോൺ ഷോട്ട് ഒരെണ്ണം എടുത്ത് എന്റെ കടൽ തീരത്തൂടെ ഡ്രൈവ് ചെയ്യാൻ ഒരു വേറെ ഫീലാണ് കേട്ടോ. വേറെ നമുക്ക് നോർമലി ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള പോലെ അല്ല, കടൽ തീരത്ത് വേറൊരു ഫീലാണ്. എന്തായാലും ഇവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ വീഡിയോ എടുക്കട്ടെ. പൊളിക്കും നമ്മള്. ഒരു പ്രാവശ്യം കൊണ്ട് സെറ്റാക്കി. പക്ഷെ എന്നാലും ആൾക്കാരുടെ റിയാക്ഷൻ മാത്രം ഒരു മാറ്റം വരുന്നില്ല ഗൈസ്. എന്റെ മോനെ വെയിലില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. 2 ടേക്ക് ഞാൻ ശരിയാക്കി. അവിടെ വെയിലത്ത് നിന്ന് പുഴുങ്ങി എന്റെ ആഞ്ചലോ ഫോർട്ട് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മ വന്നു. ആ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കാറ്റ് വീൽ. എന്റെ പൊന്നെ, സിമ്പിൾ. ഇതൊക്കെ എന്തൊരു. ഇനി ഫ്രണ്ട് കാറ്റ് വീൽ. ഫ്രണ്ട് കാറ്റ് വീൽ അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു തോന്നുന്നു. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാ സുഹൃത്തുക്കളെ. ഹലോ, എന്താ വീണ് കിടക്കുന്ന മാമനോട് മിയോൾക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്താ പേര് ചോദിക്കട്ടെ? എന്താ കേൾക്കാൻ വരുമോ? മണ്ണായല്ലോ കയ്യിൽ. അയ്യേ അയ്യേ അയ്യേ. പിടിച്ചെഴുന്നേപ്പിക്കടാ എന്നെ. നല്ലതായിട്ട് പിടിച്ചോണ്ട. ഇത്ര ശക്തിയോ ഈ കൈകളിൽ. അടുത്തടുത്തോട്ട് പോയി. താങ്ക് യു.
യോ ചക്കര നിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ? എത്ര വയസ്സായി? എത്ര വയസ്സായി? 4 ഇപ്പോഴേ വയസ്സ് കുറച്ച് പറയാൻ തുടങ്ങി. ഒരു ഉമ്മ മാവനൊരു ഉമ്മ അങ്ങോട്ട് ഒരു ഉമ്മ ചക്കരയില്ലേ? ഐ ലവ് യു. പോയിട്ട് വരട്ടാ. ഉമ്മയും വെച്ച് നമ്മൾ നേരെ പോയി സുഹൃത്തുക്കളെ തല്ലുമാല സിനിമ കാരണം ഫേമസ് ആയ ഗ്രഫീറ്റി സ്ട്രീറ്റിൽ, കണ്ണൂർ തലശ്ശേരിയിലെ അടുത്ത ലൊക്കേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗ്രഫീറ്റി സ്ട്രീറ്റ്, തല്ലുമാലയുടെ ഒക്കെ കുറെ ഷൂട്ടിംഗ് ഇവിടെയാണ് നടന്നിട്ടുള്ളത്. ഇവിടെ തന്നെ നമ്മൾ അടുത്ത ലൊക്കേഷൻ എടുക്കുകയാണ്, തലശ്ശേരി കടൽപ്പാലം. അപ്പൊ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ലൊക്കേഷൻ കവറാം. കാരണം ലൈറ്റ് പോയി, മഴ തുടങ്ങി. നമ്മൾ ഇനി അമ്പലത്തിന്റെ ആ പോണ്ട് നോക്കി പോയി കഴിഞ്ഞാൽ അത് ഒക്കൂല. അപ്പൊ അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ഇതെടുക്കാനുള്ള പ്ലാനിലാണ്. ഓക്കെ, എടുക്കട്ടെ. 1 2 3 4 ഗെറ്റ് ഓൺ ദ ഡാൻസ് ഫ്ലോർ. ഇനി ആരൊക്കെ നോക്കിയാലും ആരൊക്കെ പിന്നാട്ടിയാലും നമുക്ക് പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ ഗൈസ്. ആരെന്ത് ചെയ്താലും ഞാൻ എന്റെ പണിയെടുക്കും. ആ ദൃഢനിശ്വാസത്തോടു കൂടി അവിടുത്തെ ഡാൻസും കാച്ചിട്ട് നേരെ പോയി കടൽപ്പാലത്തിലേക്ക്. അടുത്ത നമ്മുടെ ലൊക്കേഷൻ ഇവിടെ ആയിട്ട് വരും ഗൈസ്. ഇവിടെ വരുമ്പോഴത്തേക്കും കടൽപ്പാലം ബാക്ക്ഗ്രൗണ്ടിൽ വരും. ലെറ്റ്സ് ഗോ. പക്ഷെ നമ്മൾ അവിടെ എത്താൻ കുറച്ച് സാഹസികത കാണിക്കേണ്ടി വരും. ഇവിടെ കൂടെ ചാടി അങ്ങോട്ട് പോകണം. ഇതല്ല ഇതിന്റെ വഴിയെന്ന് എന്തോ ഒരു തോന്നൽ എനിക്ക് വരുന്നു. ഓ കടൽ, എന്റെ മോനെ എജ്ജാതി സീൻ. പയ്യന്നൂർ കോളേജിലൂടെ നടന്ന പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ നടന്ന നെവിൻ പോളി ഇവിടെയല്ലേ പ്രേമനൈരാശ്യം കൊണ്ട് അവസാനം വന്നിരുന്നത്. എന്റെ മോനെ വൈബ് സ്പോട്ട് ഗൈസ്. മെളക്കാള് ഞാൻ കുറെ മെഴുവ് കൂടെ കിടന്നു. പിന്നെ 3 ടേക്ക് സെറ്റ്. ഇനി നമുക്ക് പോവാൻ കഴിച്ചു ഇവിടെ നിന്ന്. ഓ സൺസെറ്റ് കഴിച്ച്. ഈ കടൽപ്പാലം ഉണ്ടല്ലോ, ഇത് ശരിക്കും ഡാമേജ്ഡാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ ഒരു മതില് കെട്ടി ആരും കൊണ്ട് കയറാതാക്കി വെച്ചേക്കാണ്. പക്ഷെ സീന് സൂപ്പർ. നമ്മുടെ തിരുവനന്തപുരത്തും ഉണ്ട് ഈ സ്വർണം വലിയതുറ പാലം. അത് മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിട്ട് കുറെ നാളായി. അതും എന്തെങ്കിലുമൊക്കെ തുറക്കുമായിരിക്കും പ്രതീക്ഷിക്കാം. എന്തായാലും സൺസെറ്റ് തീർന്ന് മഴയും പെയ്യുന്നു. നമുക്ക് പക്ഷേ കണ്ണൂരത്തെ 4 സ്പോട്ട് കവർ ചെയ്യാൻ പറ്റും. അതൊരു ബെനിഫിറ്റ് ആണ്. പക്ഷെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്ന 2 സ്പോട്ടിൽ പോകാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. ഇനി ഈ നെടുനീളൻ പാറക്കെട്ടുകൾ കയറി ഞാൻ പോട്ടെ. കടലിൽ പോയി തലയും കുത്തിയിട്ട് വന്നായിരുന്നു. ഇവർ രാവിലെ മുതൽ എന്നെ കാത്തു വെക്കുകയാണെന്ന്. നീ എങ്ങനെ അറിഞ്ഞിട്ടാ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം? എന്റെ ഇവിടെ എക്സാക്ട്ലി വരുമെന്ന് ഞാൻ അറിഞ്ഞു. ഓ ഇവിടെ ഒന്ന് കണ്ട ഗൈസ്. പിള്ളേർ എത്ര അപ്ഡേറ്റ് ആണെന്ന്. ഒരു ഹായ് ഓർഡറാണോ അതിന്? നീ ഒരു ഹായ് ഓർഡറാ, ഒന്നൂടെ ഹായ് ഓർഡറാ. ഞാനും ഹായ്. ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. ഇവിടെ ഇതും കഴിഞ്ഞ് ഒത്തിരി ടയേർഡായിട്ടാണ് ഗൈസ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ എന്തായാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഉദ്ദേശിച്ചാണ് കാര്യങ്ങളെല്ലാം നടന്നു. എന്റെ പൊന്ന് ഗൈസേ, അയ്യോ മലപ്പുറം എത്തി ഗൈസ്. നാളെ, അതായത് ഇപ്പം രാവിലെ ആയി, ഓൾമോസ്റ്റ് മണി 12:30 കഴിഞ്ഞ്. അവന്മാരെല്ലാം ഞാൻ റൂമിലോട്ട് പറഞ്ഞുവിട്ട് കിടന്നുറങ്ങാൻ, കാരണം റെസ്റ്റ് അനിവാര്യമാണ്. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മലപ്പുറം ആയിരിക്കും. നാളെ ഒരൊറ്റ ജില്ലയെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഉച്ച വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വ്ളോഗ്. അത് കഴിഞ്ഞാൽ സൂപ്പർ ലീഗ് കേരളയുടെ ഫോർസ കൊച്ചിക്കും തൃശൂർ മാജിക്കിനും വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഒരു ഇന്റർവ്യൂ അവരുടെ ചാനൽ ഇടാൻ വേണ്ടിയിട്ട് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു ഗൈസ്. അപ്പൊ അത് പോകും. അപ്പോ നമ്മൾ രാവിലെ മലപ്പുറത്തെ കുറച്ച് സ്ഥലങ്ങളിൽ, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കണ്ണൂർ കഴിഞ്ഞ് കോഴിക്കോടും വയനാട് എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുന്നേ മലപ്പുറത്തോട്ട് വന്നത്. നമ്മള് നാളെ കുറച്ച് സ്ഥലങ്ങൾ, അതും ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, നമ്മളൊരു ടൈം സ്പാനിലായതുകൊണ്ട്. അപ്പോ മലപ്പുറത്ത് നമ്മള് ഇവിടെയാണ് സ്റ്റേ, വുഡ്ബൈൻ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലില്. കൊട്ടക്കുന്ന് പാർക്കിൽ പോവും, മിനി ഊട്ടി പോവും. അത് കഴിഞ്ഞ് പയ്യനാട് സ്റ്റേഡിയത്തിൽ പോവും ഗൈസ്. കാരണം ഒരെണ്ണം ഇവിടെ മലപ്പുറത്ത് എനിക്ക് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ എടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം അതിനും മാത്രം ഫുട്ബോൾ ക്രേസി ആയിട്ടുള്ള ആൾക്കാരാണ് മലപ്പുറത്തുള്ളത്. സോ ഒരെണ്ണം ഫുട്ബോളില്, പിന്നെ ഒരെണ്ണം ഏതാണ് എടുക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. അത് നമ്മൾ പോകുന്ന റൂട്ടിന് നമുക്ക് ചാർട്ട് ചെയ്യാം, അതേ നടക്കുകയുള്ളൂ. കാരണം ബ്രെയിൻ ഒക്കെ ഫ്രൈ ആയി ഗൈസ്. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്ത് അതിന്റെ കൂടെ ഡാൻസും കളിച്ച് വെയിലും കൊണ്ട് പുഴുങ്ങി എന്ന് പറഞ്ഞാൽ ഒരുപാട് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുണ്ട് ഗൈസ്. ഒരു നല്ല സ്ഥലം ഒരു ജില്ലയിൽ ഇങ്ങറ്റത്താണെങ്കിൽ അടുത്തത് ഒരു 100 കിലോമീറ്റർ അപ്പുറത്തും, അടുത്തത് ഒരു 100 കിലോമീറ്റർ ഇങ്ങോട്ടും, ഒരു 100 കിലോമീറ്റർ അങ്ങോട്ടും ആയിരിക്കും. നമ്മുടെ ഈ ടൈറ്റ് ഷെഡ്യൂളില് അത് നടക്കൂല ഗൈസ്. നമ്മൾ 14 ജില്ല കവർ ചെയ്യുന്നത് 7 ദിവസം കൊണ്ടാണ്. അതിനകത്ത് ഒരു ദിവസം അര മാത്രമേ ഉള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഒരു ഫുൾ ഓട്ടപ്പാച്ചിലാണ്. ഞാനാണെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷൻ മൊത്തം അരിച്ചു പറക്കി താണ്ട നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കുറെയൊക്കെ എഴുതി താണ്ട. അതിനകത്ത്
കോട്ടയം ഇല്ല ഗൈസ്. കോട്ടയത്ത് എന്താ ആർക്കും ഒരു സ്ഥലം സജസ്റ്റ് ചെയ്യില്ല. തൃശ്ശൂരും ഭയങ്കര കുറച്ച് സ്ഥലം ആൾക്കാർ സജസ്റ്റ് ചെയ്തോളൂ. ഏറ്റവും കൂടുതൽ സജഷൻ വന്നേക്കുന്നത് പാലക്കാടാണ്. പിന്നെ പത്തനംതിട്ടയിലും അത്യാവശ്യം സജഷൻ ഉണ്ട്. മലപ്പുറത്ത് കണ്ടോ ഇതിനകത്ത് കൊടികുത്തി മല, കേരളം കൊണ്ട് വാട്ടർഫോൾസ്, കടലുണ്ടി, അവിടെയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ നമ്മൾ ടൈപ്പ് ഷെഡ്യൂൾ നമ്മൾ അതിനനുവദിക്കുന്നില്ല. എന്തായാലും ഈ മാമത്ത് ടാസ്ക് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം നമുക്ക് സമാധാനമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോ റീലാണ് പ്രധാനം. ഇന്നും കൂടെ കൊണ്ട് 8 സെക്കൻഡ്, നമ്മുടെ 60 സെക്കൻഡിൽ 8 സെക്കൻഡ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ ഗൈസ്. ഇനി 52 സെക്കൻഡൂടെ ബാക്കി. അത് ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം. ലവ് യു, ഗുഡ് നൈറ്റ്, കിടക്കട്ടെ ഗൈസ്. കരുവാടായി.